Hello, welcome to another video. Today in this video, പട്ടിയെ പോലെ പണിയെടുക്കണം. അതായത് ഞങ്ങൾ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം കുറച്ച് ഗ്രൂപ്പിൽ ചാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു മെസ്സേജ് വന്നായിരുന്നു. ആ മെസ്സേജ് എൻ്റെ മനസ്സിലേക്ക് കയറി. മെസ്സേജ് ഇങ്ങനെയാണ്: പട്ടിയെ പോലെ പണിയെടുക്കണമെന്ന്. അപ്പോൾ എന്ത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഔട്ട് ഓഫ് കൺട്രി പോകുമല്ലോ വർക്ക് ചെയ്യാനായിട്ട്. ഔട്ട് ഓഫ് കൺട്രി ഇപ്പോൾ കെയർ ഗീവർ ജോബാവാം, ബേബി സിറ്റിംഗ് ജോബാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഹൗസ് മെയ്ഡ് ജോബാവാം, എന്തായിക്കൊള്ളട്ടെ. ഇപ്പം നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, നന്നായിട്ട് പണിയെടുക്കേണ്ടതായിട്ട് വരും എന്നാണ് ഒരു ഇത്. പണിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു പട്ടി ഉണ്ടായിരുന്നു, നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി മരിച്ചു. 20 വയസ്സായപ്പോൾ പട്ടി മരിച്ചു. ആ പട്ടിക്ക് കുഴി വെട്ടണ്ടായിട്ട് വന്ന്, അത്യാവശ്യം ഒരു മാങ്ങാണ്ടി പോലും കുഴിച്ചിടാൻ അറിയുമ്പോഴത്തെ ഞാൻ ആ പട്ടിക്ക് കുഴി വെട്ടണ്ടായിട്ട് വന്ന്. പിന്നെ മതിലൊക്കെ തേച്ച് കഴുകണം, കാറ് ഇടയ്ക്ക് വാഷ് ചെയ്യണം. ഇതെന്ത് സംഭവം എന്താണെന്നറിയാമോ? നിങ്ങൾ ആദ്യം ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്ത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഓഫീസ് നടത്തുകയെന്ന് വിചാരിച്ചു, ഒരു ബിസിനസ് സ്ഥാപനമോ ഒരു ഓഫീസോ നടത്തണേന്. വൺ ഡേ നമ്മൾ 1 hour ലേറ്റായാണ് ഓഫീസിൽ ചെന്നത്. ഓഫീസിൽ ചെല്ലുമ്പോൾ കാണുന്ന സീനെന്ന് പറയുന്നത്, ഓഫീസിലുള്ള ആൾക്കാർ മൊബൈലും നോക്കി റീൽസും കണ്ട് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കണേ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഓഫീസാണേ, നമുക്ക് സങ്കടം വരുമോ സന്തോഷം വരുമോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എനിക്കാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളാണെങ്കിലും ഒരു 10 രൂപ കൊടുക്കുമ്പോൾ അവർ ഈ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ദേഷ്യം. പിന്നെ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാകുമ്പോൾ പറയേ വേണ്ട. എനിക്കൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നേ. നമ്മൾ അമ്മൂമ്മനോട് സംസാരിക്കാനായിട്ടായിരിക്കും ചെല്ലണം. അവിടെ ജോലിക്കാരത്തികളൊക്കെ ഉണ്ട്, മക്കളൊക്കെ വിദേശത്താണ്. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഈ മോട്ടറിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടൊരു പെയിൻറ്റും ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത് എന്താ പറയണേ, പച്ചക്കളറായി ഇതൊക്കെ പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കുന്ന ബക്കറ്റ് അതുവരെ നമ്മളെ കൊണ്ട് തേച്ച് കഴിക്കും. ഇവിടെ ഞാൻ പൂ പറിക്കാൻ പോകുമ്പോൾ ഒരു ചൈനീസ് അമ്മൂമ്മ, ഫിലിപ്പീൻസ് ആയിട്ടുള്ളൊരു ഹൗസ് മെയ്ഡ് ഉണ്ട്, കെയർ ഗീവർ. പുള്ളിക്കാരത്തിനെ കൊണ്ട് എപ്പോൾ നോക്കിയാലും കാണ കുത്തിച്ചുകൊണ്ടിരിക്കണതാണ്. ഇവിടെ നമ്മുടെ കോമ്പൗണ്ടിന് പുറത്ത് കാണ കഴുകാനാണെങ്കിലും മുറ്റം അടിക്കാനാണെങ്കിലും എല്ലാ ദിവസവും ആൾക്കാർ വരും. ഈ പുള്ളിക്കാരത്തിനെ കൊണ്ട്, ഈ ഫിലിപ്പീനി പുള്ളിക്കാരത്തിനെ കൊണ്ട് എന്താ ചെയ്യിക്കണമെന്ന് അറിയില്ല. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ തരുന്ന പൈസയ്ക്ക് നമ്മൾ അവിടെ ഇരുന്നുണ്ടും സുഖിക്കുകയാണെന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ടാണ്. അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ഈ കെയർ ഗീവർ മേഖലയിലാണെങ്കിൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ചൊറിഞ്ഞമ്മമാരായിരിക്കും, വായിലെ നാക്ക് വെറുതെ കിടക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്താലും കുറ്റൊരുക്കുള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലൊന്നും നോക്കാതെ മതിലൊക്കെ ഈ മോസ്കിറ്റോൻ്റെ കോയിൻ വെച്ചിട്ട് അഴുക്കായിരിക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു പുള്ളിക്കാരത്തി വരും. ആ പുള്ളിക്കാരത്തി പോയതിന് ശേഷം ഞാൻ വെറുതെ ഇരിക്കണ്ടല്ല, ഫോൺ നോക്കി ഇരിക്കണം. നമ്മൾ കാശ് മേടിക്കുന്നതിന് നമ്മൾ ആത്മാർത്ഥത കാണിക്കണമല്ലാന്ന് വിചാരിച്ചാൽ മതിലൊക്കെ തേച്ച് കഴുകി നല്ല വൃത്തിയൊക്കെ ആക്കി, കുറച്ച് സൈഡിട്ടല്ല അല്ല, അങ്ങനെയൊക്കെ ചെയ്ത് അവർ വരാറായപ്പോൾ വേറെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. വന്നപ്പോൾ കിട്ടിയത്, എൻ്റെ ദൈവമേ, പടക്കം പൊട്ടിക്കണ പോലത്തെ ചീത്ത. അപ്പം ഞാൻ ഇങ്ങനെ കുറേ കരഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അപ്പോൾ കെയർ ഗീവർ മേഖലയും ഹൗസ് മെയ്ഡ്, പിന്നെ കൊച്ചുങ്ങളെ നോക്കലൊക്കെ സത്യം പറഞ്ഞാൽ വേല ഉണ്ടാവും. കാരണം കൊച്ചുങ്ങൾ ഉറങ്ങുമ്പോഴായിരിക്കും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത ജോലികളുണ്ടല്ലോ, അത് അത്യാവശ്യം വലിയ പണികളുണ്ടാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? അതിനുള്ളൊരു സൂത്രപ്പണി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യണ പരിപാടി കേട്ടോ, പക്ഷെ ഞാൻ ചെയ്യാനല്ല, ഞാൻ യാഥാർത്ഥ്യമായിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ അവരെ കാണിക്കാനല്ല. ഇവർ ഉള്ളപ്പോൾ എന്ത് ചെയ്യണം? നമ്മളൊരു ബക്കറ്റായിട്ട് അങ്ങോട്ട് പോകണം, ഒരു ചൂലായിട്ട് ഇങ്ങോട്ട് പോകണം. നമ്മൾ ഭയങ്കര തിരക്കായിരിക്കണം. പിന്നെ ഒരിക്കലും ക്യാമറയുടെ അടിയിൽ വന്നിരുന്നുണ്ട് ക്യാമറയൊക്കെ നോക്കണം. എന്തായാലും അമ്മൂമ്മനെ ഒറ്റയ്ക്ക് അമ്മേനെ അച്ഛനെ അവർ ജോലിക്കാരത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും അവരെന്തായാലും ഇത് ക്യാമറയൊന്നും വെക്കാതിരിക്കില്ല. ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്യാമറ എവിടെ ഉള്ളതെന്ന് ശ്രദ്ധിച്ചിട്ട് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ഈ മൊബൈലിലിരിക്കണം.
കേട്ടല്ല. പിന്നെ ഈ അമ്മച്ചിയെ അപ്പച്ചനെ ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ മൊബൈലിലിരിക്കുക, മൊബൈലിൽ നോക്കും, അത്യാവശ്യം വിളിക്കുകയൊക്കെ ചെയ്യണം. നമ്മൾ ഇവരുടെ സംസാരവും കേട്ട് എപ്പോഴും സ്ട്രെസ് അടിച്ചിരിക്കാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും തിരക്ക് മേടിച്ച് പണി ഒരു പക്കം. ഞാനിവിടെ എങ്ങനെ കേട്ടോ, ഒരു ചെടിച്ചട്ടി എടുത്ത് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ചെടിച്ചട്ടി എടുത്ത് ഇങ്ങോട്ട് വരും. ചെടിച്ചട്ടി നോക്കി 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 ചെടി മൊത്തം കരിഞ്ഞിട്ടാ. ആൻറ്റിയുടെ വിചാരം ഞാൻ ചെടി മൊത്തം നല്ല ഭംഗിയായിട്ട് നോക്കണ്ടെന്ന്. അപ്പോൾ നമ്മളൊരു ബക്കറ്റായിട്ട് അങ്ങോട്ട് പോകാം, ഒരു ബക്കറ്റായിട്ട് ഇങ്ങോട്ട് വരിക, ഓടി എന്താ പറയുക മേളുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചുമ്മാ ഒരു ജോലിയായിട്ട് അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക. എപ്പോഴും തിരക്ക് പിടിച്ച് ജോലിയായിട്ട് നടക്കുക. അപ്പോൾ അവർക്ക് സന്തോഷം. അപ്പോൾ അവർ പറയും നമ്മൾ കൊടുക്കുന്ന കാശിന് അവർ നന്നായിട്ട് പണിയെടുക്കുന്ന ഒരു ജോലിക്കാരത്തിനെയാണ് കിട്ടിയതെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ വരുത്തി തീർക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ അഗ്രികൾച്ചറിലേക്ക് ആളെ വേണേ. അപ്പോൾ പറയുവാണേ, നിന്നെ കൊണ്ടുപോയാൽ നീ നന്നായിട്ട് പണിയെടുക്കും. കാരണം ഈ ബക്കറ്റ് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക, ബക്കറ്റ് പിടിച്ച് ഇങ്ങോട്ട് വരിക, അതാണല്ലോ എൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ ഈ കെയർ ഗീവർ മേഖല, ഹൗസ് മെയ്ഡ് ജോബ്, അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ റിലാക്സ് ചെയ്യുകയും വേണം. അതിനോടൊപ്പം തന്നെ നമ്മൾ പണിയെടുക്കുന്നതായിട്ട് അവരെ കാണിക്കണം. നമ്മളെ നല്ല ജോലിക്കാരാണ്, നമ്മളെ വിട്ട് കളയാൻ പാടില്ല എന്നുള്ളൊരു ധാരണ അവർ വളർത്തിയെടുക്കണം. അല്ലാതെ പട്ടീനെ പോലെയൊന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പട്ടീനെ ഞാൻ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞല്ല, അത് എല്ലാ ദിവസമൊന്നും ചെയ്യണ്ട. പിന്നെ കാറ് കഴുകണം, അത് ചിലപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമോ ഒക്കെ, അത് ചിലരുടെ ഇതുപോലെയൊക്കെ ഇരിക്കും. പിന്നെ നമ്മളിങ്ങനെ പണിയെടുക്കുന്ന കാണുമ്പോൾ അവർ നമുക്ക് വലിയ പണിയൊന്നും തരത്തില്ല. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കണ കാണുമ്പോൾ ഇവിടെ രാവിലെ എഴുന്നേറ്റിട്ട് ഇവിടെ എന്താ പണി, പെരടിച്ചു വാരി തുടക്കുക, എല്ലാം കഴിഞ്ഞ് വെച്ചും തിന്നാനുള്ളതും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണിയില്ല. അന്ന് ഇവക്കൊരു പണി കൊടുക്കണം. അപ്പം അവർ പണിയില്ലാത്തത് നോക്കിയിട്ട് കാണ കുത്തിക്കാനും കുഴി വെട്ടാനും ഒക്കെ ആയിട്ട് നമ്മളോട് പറയും. അപ്പം നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും മര്യാദയ്ക്ക് ഇരുന്നോളും, നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നോളും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.